ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു വെന്യൂ വീഡിയോ. സസ് ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പം നമുക്ക് സെയിൽ പോസ്റ്റ് അല്ല കേട്ടോ, നമുക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത മൺഡേ മുതലായിരിക്കും നമുക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇപ്പോൾ കുറച്ച് ദിവസത്തേന് ഇപ്പോൾ സെയിൽ നമുക്ക് ഇല്ല കേട്ടോ. അപ്പം നമുക്ക് CC പ്ലാന്റിനെ വിശദമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ CC പ്ലാന്റ് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ CC പ്ലാന്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ഈ ഒരു ഗ്രീൻ CCനെക്കാളും കൂടുതൽ ഇഷ്ടം നമുക്ക് ബ്ലാക്ക് CC ആയിരിക്കും അല്ലേ. അപ്പോൾ ബ്ലാക്ക് CC കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇപ്പോൾ ഗ്രീൻ CCയുടെ റേറ്റ് മാർക്കറ്റിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് ഗ്രീൻ CC കുറച്ച്, അതായത് ചില നഴ്സറീസിൽ ഇപ്പോഴും ഗ്രീൻ CCക്ക് നല്ല റേറ്റ് ഉണ്ട്. എന്നാൽ ബ്ലാക്ക് CCയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് CCക്ക് ഇപ്പോഴും നല്ല കോസ്റ്റ്ലി ആണ്. ബ്ലാക്ക് CCയുടെ നല്ല റേറ്റ് ബ്ലാക്ക് CC പ്ലാന്റിന് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ബ്ലാക്ക് CC പ്ലാന്റ് വെക്കാൻ ആഗ്രഹമുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് പ്ലാന്റ്സ് ചോദിക്കുന്നുണ്ട്. നമുക്ക് അധികം ഇൻഡോർ പ്ലാന്റ്സുകൾ നമ്മൾ അധികം സെയിൽ ചെയ്യാറില്ല. നമുക്ക് അധികം ഇല്ല. കൂടുതലും ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ചൈനീസ് ബോൾസംസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു CC പ്ലാന്റിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ CC പ്ലാന്റ്സ് നമുക്ക് തൈകൾ വെച്ച് മുളപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതിന് ലീഫ് പ്രൊപ്പഗേഷൻ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിന്റെ തൈകൾ തന്നെ വാങ്ങിക്കണം എന്നില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേന് ഇതിന്റെ ഇലകൾ കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇലകൾ കളക്ട് ചെയ്യുമ്പോഴത്തേന് ഇലകൾ ഒടിഞ്ഞു പോകരുത്. ഇലകൾ കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. ഇലകൾ കൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റ് ആകും ഇതൊന്നും തൈകളാക്കി എടുക്കാൻ. എന്നാൽ പോലും നോക്കി ഇതുപോലെ ഓരോ ഇലകളും നമുക്ക് പറിച്ചെടുത്തിട്ട് നമുക്ക് പോട്ടിൽ വെച്ചാൽ മതി. നമുക്ക് ഈ ഇലകൾ നമുക്ക് തൈകളാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കണ്ടേ, ഇതുപോലെ നമ്മൾ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ നമ്മളൊരു പോട്ടില് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി. ഏകദേശം 5 to 6 മന്തോളം എടുക്കും ഇതൊന്ന് മെച്ചുവേർഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പ്ലാന്റ് ഒന്ന് ചെറിയ തൈകളായിട്ട് വരെ 5 to 6 മന്ത് എടുക്കും. എന്നാൽ ഇത് തൈകളായതിനു ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വളർന്നോളും കേട്ടോ. അപ്പൊ ഇതിന്റെ വളർച്ചയ്ക്ക് നമുക്ക് നോർമലി ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുത്തില്ലേ പോലും, ഇപ്പൊ ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇത് എന്റെ വീട്ടിലെ പ്ലാന്റ് ആണ്. നമ്മൾ നോർമലി നമ്മൾ എല്ലാ പ്ലാന്റ്സിനും ഫെർട്ടിലൈസർ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ അമ്മ ഇതിന് നോർമലി ചാണകം മാത്രമേ, ചാണകപ്പൊടി അല്ലെങ്കിൽ പച്ച ചാണകം മാത്രമേ ഇതിന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ. അല്ലാതെ വേറെ ഫെർട്ടിലൈസർ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്നാൽ പോലും നല്ല ബുഷിയായിട്ട് ഈ പ്ലാന്റ് നിൽപ്പുണ്ട്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ ബുഷിയാവും. അപ്പം നമ്മൾ ഇതിന് ഈ ഒരു ഇപ്പം നിങ്ങൾ കറലി കാണുന്ന പ്ലാന്റ് ഒരു ഫെർട്ടിലൈസറും ആഡ് ചെയ്ത പ്ലാന്റ് അല്ല. അപ്പം ഇതിന്റെ തൈകൾ വെച്ചിട്ടും ലീഫ് വെച്ചിട്ടും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. വെള്ളം വളരെ കുറച്ച് മാത്രം മതി. ഒരുപാട് വെള്ളം നമുക്ക് ഈ ഒരു പ്ലാന്റിന് ആവശ്യമില്ല. കുറച്ച് വെള്ളം മാത്രം മതി. നോക്കി അതിനകത്തൊരു വിങ്കയുടെ സീഡ് വീണ്ടും വിങ്ക അതിനകത്ത് കിളിർത്ത് നിൽപ്പുണ്ട്. അപ്പം ഞാനിപ്പോൾ വന്നപ്പോൾ നല്ല ബുഷിയായിട്ട് നിന്നപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു. ഈ ഒരു CC പ്ലാന്റിന്റെ കെയറിങ് പ്രത്യേകിച്ച് വലിയ പരിചരണം ഒന്നും തന്നെ നമുക്ക് വേണ്ട. നമ്മൾ പ്രോപ്പറി ഒരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും, അല്ല 1-2 ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ഈ ഒരു പ്രോബ്ലം ഉള്ള പ്ലാന്റ് അല്ല ഈ ഒരു CC പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളരുള്ളൂ കേട്ടോ. കുറച്ച് സൺലൈറ്റ് വേണം. ഇപ്പൊ നമ്മൾ ഇൻഡോർ ഒക്കെ ആയിട്ട് വെച്ചാലും ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളുന്ന പ്ലേസ് നോക്കി ഇടയ്ക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ പ്ലാന്റ് നന്നായിട്ട് വളർന്നോളും. അപ്പം എല്ലാവർക്കും CC പ്ലാന്റിനെ പറ്റിയിട്ടൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് സെയിൽ അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ സെയിൽ വീഡിയോസ് ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ച കാണും വരെ ബൈ.